ബൽറാമിനെ പോലെയുള്ള ചെറുപ്പക്കാരായ MLA മാർ എന്താണ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ മോഡേണിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ മാനേഴ്സ് എന്നൊരു പ്രധാന പ്രശ്നമില്ലേ? KR മീരയെ പോലെ ഒരാളെ ഈ തെരുവിൽ നിന്ന് മറുപടി പറയും പോലെ ചെയ്യുന്നത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതാണോ ശ്രീ മുല്ലപ്പള്ളി? KR മീര എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് എനിക്ക് ഞാൻ KR മീരയുടെ അറിയാമല്ലോ, ഞാൻ ആരാധകനെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആ എഴുത്ത് ഇഷ്ടമാണ്. അവർ മാത്രമല്ല, ആരെയും അങ്ങനെ പറയാൻ പാടില്ല. അത് ശരിയല്ല. അങ്ങനെ നമ്മൾ അധിക്ഷേപ സ്വരത്തിൽ ഒരു പൊതുപ്രവർത്തനം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഞാൻ അംഗീകരിക്കുമെന്നുമല്ല. പക്ഷേ ചെറുപ്പക്കാരായ നേതാക്കൾക്ക് ഒരു ഉപദേശം ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് തോന്നുന്നു. കാരണം രാജേന്ദ്രൻ MLA സബ് കളക്ടറെ ആക്ഷേപിക്കുമ്പോൾ ഒരു മറയുമില്ലാതെ കേരളം അതിനെ വിമർശിച്ചതാണ്. കുറേ കൂടി വിദ്യാഭ്യാസവും അറിവും ഒക്കെയുള്ള ബൽറാമിനെ പോലെ ഒരാൾ അതിൻ്റെ തന്നെ മറു തരത്തിൽ ചെയ്യുമ്പോൾ അതിനോടും പൊരുത്തപ്പെടാനാവില്ലല്ലോ. ഞാൻ പറയാം, ഞാനീ പറയുന്ന സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം, കോഡ് ഓഫ് കോണ്ടക്റ്റ് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ ശശി തരൂരിന് ഞങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന മീഡിയ IT-യുടെ ചുമതല ഞാൻ കൊടുത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തോട് ആദ്യം ആവശ്യപ്പെട്ടതാണ്, ഇത് സംബന്ധമായിട്ട് എനിക്ക് റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ട് കോഡ് ഓഫ് കോണ്ടക്റ്റ് അതെനിക്ക് നിർബന്ധമാണ്, സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകണം. സോഷ്യൽ മീഡിയ ആ പ്ലാറ്റ്ഫോം വല്ലാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഒരുപാട് സോഷ്യൽ നിയന്ത്രിക്കുന്നതല്ല, കോൺഗ്രസ്സിൽ ആളുകൾ കണ്ടക്ട് ചെയ്യുന്ന ചില ഗ്രൂപ്പുകളൊക്കെ ഇട്ടുണ്ട്. ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ പലപ്പോഴും ഒരു ഹെൽത്തി ക്രിറ്റിസിസം നടത്തുന്നില്ല. എൻ്റെ പരാജയം ഇതാണ്. ഈ ബാലറാമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത എന്നോട് പത്രലേഖനം വിളിച്ചു പറഞ്ഞ് ഞാൻ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ആഗ്രഹിച്ച ആളാണ്. അത്രയും ഓപ്പണായി പറയുമ്പോൾ ബൽറാമിനോട് ഇതേക്കുറിച്ച് താങ്കൾ സംസാരിച്ചോ, വേണ്ട നിർദ്ദേശം നൽകിയോ, ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് താങ്കളെപ്പോലൊരു സീനിയർ ലീഡർ KPCC പ്രസിഡന്റ് അറിയിച്ചോ? ഞാൻ പറയട്ടെ, ഞാൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് ചെറുപ്പക്കാരോടൊക്കെ എനിക്കിഷ്ടമാണ്. ബാലറാമിന് ടാലൻ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ബ്രില്യൻ്റ് ആണെന്ന് വെച്ചാൽ ബ്രില്യൻ്റാണ്. പക്ഷേ അത് മാത്രം പോരല്ലോ. അപ്പോൾ ഞാൻ ആ കുട്ടിയെ ഞാൻ KPCC പ്രസിഡൻ്റായി ചാർജ് എടുത്തപ്പോൾ ഉടനെ പാലക്കാട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു. ഞാൻ പേഴ്സണൽ ടോക്കിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു, ബാലറാം യു മസ്റ്റ് റിസ്ട്രെയിൻ യുവർ സെൽഫ്, കുറച്ചൊരു നിയന്ത്രണം വേണം എന്നൊക്കെ അറിഞ്ഞാൽ പരസ്യമായിട്ട് ഞാൻ വേദിയിൽ വെച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, മീരയുടെ കേസ് കേട്ടോ, മീര ഈ സംഭവത്തെ അവലംബിച്ച ഇതാണ് അതിശക്തമായ ഭാഷയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും പ്രത്യേകിച്ച് പേരിയ സംഭവത്തെ ഏറ്റവും അധികം ഒരു വിലാപ രൂപത്തിലാണ് അവർ അതിനെ അപലപിച്ചത്. ബൽറാം ആഗ്രഹിക്കുന്നത് പോലെ മീര സംസാരിക്കണം, മറ്റുള്ളവർ സംസാരിക്കണം. അതാണോ അതിൻ്റെ ഭംഗി, അതിൻ്റെ മര്യാദ? നമ്മൾ അങ്ങനെ വാശി പിടിക്കാൻ എന്താ അർത്ഥമുള്ളത്? ഓരോ ആളുകൾക്കും അവരുടെ പെർസെപ്ഷൻ അനുസരിച്ച് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ AKGയെ പോലൊരു നേതാവിനെ അധിക്ഷേപിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ മൗനം പാലിച്ചു, ചിലരെങ്കിലും പിന്തുണച്ച് രസിച്ചു. അത് പാർട്ടിയെ ബാധിക്കുന്നതല്ല. പക്ഷേ അവിടെ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ KR മീരയോ അല്ലെങ്കിൽ എഴുത്തുകാരെയോ അല്ലെങ്കിൽ മൊത്തം സാംസ്കാരിക പ്രവർത്തകരെ ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു. അത് കോൺഗ്രസ്സിന് ഡാമേജ് ആകുമ്പോൾ ഇപ്പോൾ അതിൽ തിരുത്തൽ വേണമെന്ന് പറയുന്നു. സത്യത്തിൽ ഇവരൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെയാണോ സൃഷ്ടിക്കുന്നത് അതോ ഫാൻസിനെയാണോ സൃഷ്ടിക്കുന്നത്? AKGക്ക് എതിരായിട്ടുള്ള പരാമർശം വന്നപ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ AKGയുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. AKGക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന രൂപത്തിൽ ചില എക്സ്ട്രീം സ്റ്റാൻഡൊക്കെ ചിലത് എടുത്തിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ പറയുമ്പോഴും ഒരിക്കൽ പോലും ബാലറാമിനെ പോലുള്ള ആളത് പറയാൻ പാടില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ലോകസഭയിൽ ഞാൻ പോയ സന്ദർഭത്തിൽ പഴയ സ്റ്റാൽവാർഡ്സിനൊക്കെ നമ്മൾ കണ്ടിരുന്നു. 84 വന്നപ്പോൾ നെഹ്റുവിൻ്റെ തലമുറയിൽ ധാരാളം ആളുകൾ, സെൻട്രൽ ആൾ വരും, പ്രായമുള്ള ആളുകൾ. അവർ പഴയ കഥകളും പഴംപുരാണങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ രസമാണ്. അപ്പം നെഹ്റു ലോക്സഭയിൽ ചില പ്രക്ഷുബ്ധമായ രംഗമുണ്ടാവും. ഗോപാലിനറിയാമല്ലോ, അദ്ദേഹം സീൻ ക്രിയേറ്റ് ചെയ്യുന്ന മിടുക്കനാണ്. അപ്പം പുള്ളിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ തന്നെ തട്ടിയിട്ട് പ്രസംഗിക്കും. അയാൾ ഇരിക്കില്ല, സ്പീക്കർ പറഞ്ഞാൽ തന്നെ പണ്ഡിറ്റ് എഴുന്നേറ്റ് ഗോപാൽ പ്ലീസ് റെസ്യൂം യുവർ സീറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഗോപാലായിരുന്നു. അതായിരുന്നു ബന്ധം. പറഞ്ഞ മനസ്സിലാക്കും. ഗോപാലിൻ്റെ വ്യക്തിത്വം നമ്മൾക്ക് എഴുതി പറയാൻ പറ്റില്ല. അത് എനിക്കറിയില്ല. അതൊരു ചരിത്രത്തോടുള്ള ഒരു ആരാധകരെ സൃഷ്ടിക്കലാണോ കോൺഗ്രസിൻ്റെ ഒരു ശൈലി? നേതാക്കൾ ആ ശൈലി തുടർന്നാൽ പാർട്ടി ഉണ്ടാവില്ല, ഫാൻസ് അസോസിയേഷനുകളെ ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഇതൊരു വലിയ ബലൂണാണ്. ഒരു മുട്ടുസൂചിയുടെ മനകൊണ്ട് പൊട്ടുന്ന ബലൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പറയാം. ഇപ്പം ഫാൻസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ ചില ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരാരാണ് എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരാളെയും വഴിക്കേണ്ടില്ല. വഴിക്കേണ്ട പാവപ്പെട്ട വർക്കറാണ്. ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന കുറേ വർക്കേഴ്സുണ്ട്. അവരാണ് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നത്. എല്ലാം സക്സസ്ഫുള്ളാക്കിയ അവരാണ്. ഞാൻ ഇവരാരെയും കണ്ടിട്ടില്ല.
മനസ്സിലാക്കണം. ഞാൻ അവരെ നിരാകരിക്കുന്നില്ല. അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം അച്ചടക്ക ലംഘനമാകാൻ പാടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റൊരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത് രൂപത്തിലാകരുത്. പേഴ്സണൽ അറ്റാക്ക് പാടില്ല. ഇത്രയും ക്ലാരിറ്റിയോടെ ശ്രീ മുല്ലപ്പള്ളി അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് KPCC എന്ന സംവിധാനം ഇക്കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കുകയോ നിർദ്ദേശം നൽകുകയോ ചെയ്യുമോ ഈ വിഷയത്തിൽ? ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ഡിസ്കഷൻ നടത്തും.